ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പോൾ ഇന്നതാ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഫിയ ബേബി വരുന്നുണ്ട്, മിജു ഉണ്ട്, പിന്നെ റിയമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ കാളികാവിലാണ് മീറ്റപ്പ് ഉള്ളത്. യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബസ്സിനാണ് പോണത്. കൂറ്റമ്പാറന്ന് ഞങ്ങൾ ബസ് കയറി ഡയറക്റ്റ് ഞങ്ങൾക്ക് കാളികാവിക്ക് ബസ് കിട്ടിട്ടോ. അപ്പോൾ ഫിയമോൾ ഇതാ ഇന്നിരിക്കാൻ അയക്കണില്ല. ഫിയമോൾ ഒറ്റക്ക് സീറ്റിലൊക്കെ ഇരുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റിയമോക്കും ഫിയമോക്കും സീറ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ കാളികാവ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഹിമ ഹോം കെയറിലാണ് കേട്ടോ. അത് അടക്കാക്കുണ്ടാണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 50 രൂപ ഓട്ടോക്ക് കൊടുക്കണം കേട്ടോ. അത്ര സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹിമ ഹോം കെയറിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അൻവർ ഷാനു, അൻഷിഫ് മുനിക്കൽ, പിന്നെ ആഷിഖ്, അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ പരിചയമുള്ള ആളുകളുണ്ട്, കുറേ പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരൊക്കെ ആയിട്ട് ഞങ്ങൾ കാണാനും കൂടി ഉള്ളൊരു ചാൻസാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. ഹിമാലയൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളെ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ മീറ്റപ്പാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട്. അങ്ങനെ അൻവർ ഷാനും ആഷിഖും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കണ്ട് പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ കണ്ടതിൻ്റെ സന്തോഷത്തിലൊക്കെ അങ്ങനെ അതാണ്. അപ്പോൾ വന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഒരു നാടൻ ഫാമിലി എന്ന് പറഞ്ഞ അവരാണ് കേട്ടോ. അപ്പോൾ ഓരോക്കെ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അവർ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ടോ? സൂപ്പറാണോ? നല്ല പുളിയാണ്. സൂപ്പറാണോ? പിന്നെ പൊടിട്ടോ.
അപ്പോൾ നമ്മളെ പാർട്ടീസ് ലൈഫിന്റെ ഒപ്പാണ് ഒരു നാടൻ ഫാമിലി കാണുന്ന എല്ലാ ആൾക്കാരും നമ്മളെ മുത്തുമണീനെ സപ്പോർട്ട് ചെയ്യാട്ടോ. കുഴിയില് വീട്ടോ, കുഴിയില് വീഴും. എന്നെ കിട്ടൂല, പിന്നെ കിണറില് വീഴും. പിന്നെ ബേബിനെ കിട്ടൂല. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓളാണ് അതിന്റെയൊക്കെ നിങ്ങൾ അന്ന് നൗഫന്റെ അടുത്തേക്ക് വന്നപ്പോ ബലാണ്ടായിനെ നൗഫന്റെ ഉദ്ഘാടനത്തിന് നടക്കാൻ ഇറങ്ങിയത് നിങ്ങൾ എന്താണോ? ആ ശരി. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയത്തിലൊക്കെ നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എല്ലാവരുമായിട്ടൊക്കെ കുറച്ച് സമയം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ ജുബി ഉണ്ട് കേട്ടോ. ജുബിന ഷെഫീഖ് എന്ന ചാനലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാണ്. അവിടെ ചെറിയ പ്രോഗ്രാമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സ്ഥാപനത്തിന്റെ സെക്രട്ടറി നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാളേറെ ഒരു പ്രാധാന്യവും സ്വാധീനമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഹിമ എന്ന ഈ കാരുണ്യ തണലിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പരത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത അജീന പല സന്ദർഭത്തിലും സ്ഥാപനത്തിന്റെ പല കാര്യങ്ങളും അന്വേഷിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. പകുതിയായി നമ്മുടെ മനസ്സിന് സാന്ത്വനമായി നമ്മുടെ ദുഃഖവും സങ്കടവും പങ്കുവെക്കാൻ ആളില്ലാതാകുന്ന ഒരവസ്ഥ. വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു പിടിവള്ളി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുടെ ഒരവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും ആ അമ്മയുടെ കണ്ണീരിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് ഒരു അറുതി ഉണ്ടാവണേ. ദൈവമേ, നീ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിലും എല്ലാം ബോധ്യമാകുന്ന ഒരു നല്ല നിമിഷത്തിന് വേണ്ടി ഒരു രാജ്യം മുഴുവനും ലോകം മുഴുവനും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ്. ഈ സമയത്ത് എനിക്ക് ഹിമയെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ബന്ധുക്കൾക്ക് നടതള്ളാനുള്ള ഇടയല്ല. ആരോഗ്യമില്ലാതെ ഒറ്റപ്പെടുകയോ ശാരീരികമായും മാനസികമായും ജീവിക്കാൻ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക്, ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് അവരെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും സാധിക്കാത്ത സ്ഥിതിവിശേഷം വരുമ്പോൾ അവർക്ക് നമ്മളെല്ലാം എല്ലാമായി തീരുന്ന ലോകമാണ് ഹിമ. ഇതൊരു കുടുംബത്തിന്റെ പേരാണ്, ഇതൊരു സ്ഥാപനമല്ല. ഇവിടെ എല്ലാ
എനിക്കറിയാൻ സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവരെ നിർബന്ധിച്ച കാരണം അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളെ സ്ഥലം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന പോലെ ആളുകളുണ്ടോ, അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകള് ഇപ്പൊ നേരത്തെ ഞാൻ ആരോ പറയുന്നത് ഇതൊക്കെ എല്ലാവരും ചെയ്യരുത് നമ്മളെ ബാധ്യതയാണ്. അപ്പൊ ഇത് നമ്മളെല്ലാവരും ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണെന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ അവതരിപ്പിക്കുക. കാരണം ഇത് നമ്മളെ ഈ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്തു കൊടുക്കുമ്പോൾ അത് വേറെ രീതിയിൽ നോക്കാൻ നേരമില്ല. ഒന്നാമത് പുസ്തകം ഫുള്ള് ബിസിയാണ്. എന്തെങ്കിലും പണി ഉണ്ടാവില്ല, ഫുള്ള് തിരക്കേക്കാറ് ഒരു പരിപാടിക്കും നമുക്ക് നേരമില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് റജീന. അപ്പൊ അതേപോലെ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും നമ്മളെ കുട്ടികളെ അവരതിന്റെ ചെറിയ കുട്ടികളുണ്ട്. പക്ഷെ നമ്മളെ സന്തോഷക്കാരിൽ നിൽക്കുന്നവരെ അങ്ങനെ കൊണ്ടിട്ടാണ്. അതായത് ഇത് കാണണം, ഇതൊരു മാതൃകയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ എന്താ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെയുള്ള സംഭവമാണ്. അല്ലാതെ വൃദ്ധസദനം പോലെ മക്കൾക്ക് ഉമ്മാരിപ്പാരും ഒഴിവാക്കി വരാനുള്ള സംഗതിയല്ല. അപ്പൊ നമ്മളും ഇതേപോലെ നമ്മളെ എങ്ങോട്ട് പോവാണെങ്കിൽ നമ്മളെ ഉമ്മാരും ഉപ്പാരും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഒന്നാമത് ഞാൻ വിളിച്ചാൽ പോരില്ല. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അക്ഷേപം അതുപോലത്തെ പുസ്തകത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇപ്പം എന്താ ഞാൻ പാടിയ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ചിട്ടുള്ള ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും 4 വരി പാടാൻ ശ്രമിക്കാം. അല്ലേ? ഷുഗറില്ലവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കൊടുക്കും രാവിലെ നടക്കാനൊക്കെ പോകുന്ന സ്ഥലം എവിടെ വെച്ചിട്ടുണ്ട് മുട്ടായി എവിടെ പിന്നെ നമ്മൾ വളർച്ചയിലും അവരെ കൂടെ നിർത്തിയിട്ട് വേണം നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഉയർച്ചയിലും തളർച്ചയിലും ഈ ഉമ്മയും ഉപ്പയും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ ഈ ഭാര്യമാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആരാണ് നമ്മളെ നോക്കി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ എന്നെ ഇടങ്ങാറായി ബുദ്ധിമുട്ടി നടക്കില്ല ഞാൻ വരുന്നത്. കാരണം അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അൻവർ ഷാനും ആണെങ്കിലും അൻഷിഫും മനിക്കലും അതുപോലെ തന്നെ ആഷിഖും എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഹിമേനെക്കുറിച്ച് നമ്മൾ പ്രോഗ്രാമിൻ്റെ ആ ഒരു ബേസിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അൻവർ ഷാനുവിൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാനെയും കുറിച്ചുള്ള ആ ഒരു സോങ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അത് പാടി. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മറക്കണം. അതായത് നമ്മുടെ വണ്ടൂർ ടൗൺ സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത്
മൊമെന്റ് കൈമാറുന്നതിനും അതുപോലെ ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് അസ്മാനി അങ്ങനെ നമ്മൾ തല്ലുമാലൻ്റെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് ഒരു തുക കൈമാറാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉസ്താദിന് ഈ ഹിമേൻ്റെ ഉസ്താദിന് തല്ലുമാല ഗ്രൂപ്പ് ആ ഒരു ക്യാഷ് കൈമാറി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവർക്കും മൊമെൻറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ മൊമെൻറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ എനിക്കും കിട്ടിയിട്ടോ മൊമെൻറ്റോ. അതുപോലെ തന്നെ മിനിക്കൊണ്ടായിരുന്നു, ഫായിക്കൊണ്ടായിരുന്നു, അനിയത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ അത് മിജു ആണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മളെ മൊമെൻറ്റോ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി മാർക്ക് വണ്ടൂർ ആണ് കേട്ടോ. ബ്യൂട്ടി മാർക്ക് ജ്വല്ലറി ആണ് കേട്ടോ വണ്ടൂർ. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ട മൊമെൻറ്റോസൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നത് നമ്മളെ വണ്ടൂരാണ് കേട്ടോ. അപ്പം അതിന് സ്വർണ്ണാവശ്യത്തിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ, ജ്വല്ലറി തന്നെയാണ്. അങ്ങനെ മൊമെൻറ്റോസ് കൈമാറലും എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാട്ട് ലാസ്റ്റ് ഷാനു പാടിട്ടോ. അപ്പോൾ അൻവർ ഷാനുവിൻ്റെ അവസാനത്തെ ഒരു അടിപൊളി ഒരു സോങ്ങോട് കൂടി നമ്മളെ ഈ പ്രോഗ്രാം അവസാനിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ KL ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം നന്ദി പറയാനും അതുപോലെ തന്നെ അഭിനന്ദിക്കാനും നമ്മൾ വിട്ടുപോകാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. ഏത് തിരക്കിൻ്റെ ഇടയിലും ഇങ്ങനൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തതിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നമുക്കൊക്കെ പല തിരക്കുകളുള്ള ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടാൻ സാധിച്ചത് നമ്മുടെ KLൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ്. നമ്മളൊരു വീഡിയോ ഇട്ടാൽ തന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ നിൽക്കില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റെക്കമെൻഡ് വരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.